നമുക്കറിയാം രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം അത് പുതിയൊരു തരംഗമായി മാറുന്നു എന്നതാണ് സാഹചര്യം. അത് നമ്മൾ നേരിൽ കാണുകയാണ്. നമ്മുടെ വിപണികളിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് ഇന്ധന പ്രതിസന്ധി, ഒപ്പം താരതമ്യേന കുറഞ്ഞ ചെലവ്, മെയിൻ്റനൻസ് ചാർജുകൾ കുറവ്, ഇതൊക്കെയാണ് കാരണം. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവിൽ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പക്ഷേ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തിൻ്റെ ഇലക്ട്രിക് കാറുകളുടെ ഉപഭോഗത്തിൽ വമ്പൻ കുതിച്ചുചാട്ടമുണ്ടാകുന്നു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ കണക്കെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ കാർ വിപണിയുടെ 10% ഇലക്ട്രിക് കാറുകളായി മാറുക എന്നതാണ്. ശ്രദ്ധിക്കുക, ഇലക്ട്രിക് വാഹനങ്ങളിലല്ല, ഇലക്ട്രിക് കാറുകളുടെ എണ്ണത്തിൽ കാർ വിപണിയിലെ 10% അത് ഇലക്ട്രിക് കാറുകൾ കീഴടക്കുമെന്ന കാര്യമാണ്. അതായത് 2025 മുതലാണ് ഈ ട്രെൻഡ് രാജ്യത്ത് ആരംഭിക്കുന്നത്. അന്ന് വെറും 2.5% കാർ വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ, ഇലക്ട്രിക് കാറുകളുടെ സാന്നിധ്യം. അത് വെറും 2 വർഷം കൊണ്ട് എത്ര ഇരട്ടിയാണ് വർദ്ധിക്കുന്നത്? 3 ഇരട്ടിയാണ് വർദ്ധിക്കുന്നത്. അങ്ങനെയാണത് 10% എത്താൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇലക്ട്രിക് കാറുകൾ വിപണിയുടെ 10% വരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. 2 വർഷത്തിനുള്ളിലാണ് ഈ 3 ഇരട്ടിയുടെ വർധനവ്. നിലവിൽ പ്രതിമാസം 28,000 കാറുകൾ, 28,000 യൂണിറ്റുകളാണ് ഉൽപ്പാദകർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കാർ നിർമ്മാതാക്കൾ, ടാറ്റയുണ്ട്, മറ്റു കമ്പനികളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ പുതിയ കാറുകൾ, പുതിയ വിപണി സാധ്യതകൾ തേടി പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നു. മുമ്പ് ഇത് സാമ്പത്തികമായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലായിരുന്നു ഇലക്ട്രിക് കാറുകൾ. പക്ഷേ ഇപ്പോൾ പുതിയ മോഡലുകൾ വരുന്നു, പുതിയ സാധ്യതകൾ അവതരിപ്പിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ഇന്ധന പ്രതിസന്ധിയും ഒക്കെ മുന്നിൽ കാണുന്നതോടുകൂടി ഇലക്ട്രിക് കാറുകൾക്ക് പുതിയ സാധ്യത കണ്ടെത്തപ്പെടുകയാണ്. അതാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു വർധനവ് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ഇലക്ട്രിക് കാറിൻ്റെ വിപ്ലവം ഇങ്ങനെയായിരുന്നു. അതിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച കണക്ക് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 2025 മാർക്കറ്റിൻ്റെ വെറും 2.5% മാത്രമായിരുന്നു ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 2026 വരുമ്പോൾ, കഴിഞ്ഞ 2026 സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ അത് 4.5% മാറുന്നു. ഇതാ ഇപ്പോൾ നമ്മൾ പുതിയ സാമ്പത്തിക വർഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ക്ലോസിംഗ് പൂർത്തിയാവുമ്പോൾ 10% ഇലക്ട്രിക് വാഹനങ്ങളുടെ, ഇലക്ട്രിക് കാറുകളുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. പ്രധാന വാഹന നിർമ്മാതാക്കളെല്ലാം അത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ആ ട്രെൻഡ് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം 10% വർധനമെന്ന് വരുന്നത് ഇനി അങ്ങോട്ട് 10 മടങ്ങ് വർധനമായി വർദ്ധിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ കാർ വിപണിയിലെ ഭൂരിപക്ഷം 50% മുകളിലേക്കും ഇലക്ട്രിക് കാറുകളാകുന്ന കാലം വിദൂരമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇതിൻ്റെ സാധ്യതകൾ പല രീതിയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ബാറ്ററി മെയിൻ്റനൻസിന് കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു, കൂടുതൽ ചാർജിങ് സെൻറ്ററുകൾ വരുന്നു, പൊതുവിൽ വാഹനങ്ങളുടെ നിരക്ക് കുറഞ്ഞു വരുന്നു, സർക്കാർ നൽകാൻ സാധ്യതയുള്ള സബ്സിഡി നിരക്കുകൾ, ഒപ്പം ഇന്ധന വിലയിലുണ്ടാകുന്ന വലിയ വർധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന വലിയ വർധനവ്, അതൊക്കെ ഇലക്ട്രിക് വാഹനം എന്ന പുതിയ സാധ്യതകളിലേക്ക് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. മുമ്പ് ഇലക്ട്രിക് കാറുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് കാത്തിരിക്കാം, പുതിയ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങട്ടെ, പുതിയ മോഡലുകൾ വരട്ടെ എന്ന് കാത്തിരുന്നവരെല്ലാം ഇപ്പോൾ ആദ്യ ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രിക് കാറുകൾ എന്ന ചിന്തയിലേക്ക് പോകുന്നു എന്നതാണ് പുതിയ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളെല്ലാം ഇലക്ട്രിക് കാറുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അത്തരം നീക്കത്തിലേക്ക് തന്നെയാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിപണി പൂർണ്ണമായും ഇലക്ട്രിക് കാറുകളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാലം വിദൂരമല്ല, സമീപ ഭാവിയിൽ തന്നെ നമുക്ക് മുന്നിൽ ആ ചിത്രം ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉൽപ്പാദകർ പുറത്തുവിടുന്ന കണക്കും അങ്ങനെ തന്നെയാണ്. ഇനി നോക്കാം സ്വർണ്ണവില. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.